പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻസേർട്ട് ടാബിലെ കമൻസ് പഠിക്കാം. അതിനായി ആദ്യം ഒരു റാൻഡം ടെക്സ്റ്റ് നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്യാം. നമ്മളൊരു ബുക്കോ മറ്റോ വായിക്കുമ്പോൾ അതിനകത്ത് ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ആ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണമെന്ന് തോന്നാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു പെൻസിലോ പെന്നോ ഉപയോഗിച്ച് ബുക്കിൻ്റെ സൈഡിൽ ഒന്ന് റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ ചെറിയൊരു നോട്ടായിട്ട് നമ്മൾ കുറിച്ച് വയ്ക്കും. ഇതേ കാര്യം തന്നെ നമുക്ക് MS Word ഡോക്യുമെൻറ്റിലും ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് ഈ ഒരു ഫംഗ്ഷൻ ഉള്ളത്. ഇത് കൂടാതെ ഇതിന് വേറെയും ഒരുപാട് യൂസസ് ഉണ്ട്. അത് റിവ്യൂ ടാബിൽ കമൻസ് എന്നുള്ള ഗ്രൂപ്പ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേറെ കുറേ ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻസേർട്ട് ടാബിൽ നിന്നും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ മാത്രം നോക്കിയാൽ മതിയാകും. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ് നമ്മൾ വായിച്ചു വരുമ്പോൾ ഇവിടെ ഈ ഒരു പാരഗ്രാഫ് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യണമെങ്കിൽ പാരഗ്രാഫ് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ അതോ അല്ലെങ്കിൽ ഒരു വേർഡോ ആദ്യം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ലാസ്റ്റ് വേർഡ് സെലക്ട് ചെയ്യുകയാണ്. പിന്നീട് കമൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ബോക്സ് വരും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള നോട്ട് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത ശേഷം ഇത് പോസ്റ്റ് ആകാനായിട്ട് ഇവിടെ ഈ ഐക്കണിലൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പോസ്റ്റ് ചെയ്യാനുള്ള കീബോർഡ് ഷോർട്ട് കട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അങ്ങനെയും ഈ കമൻറ്റ് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ കമൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്ത ശേഷവും ഇത് വീണ്ടും റീ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിവിടെ കാണണമെങ്കിൽ ഇതേപോലെ കൊടുത്ത ശേഷം നമ്മളിവിടെ ഒന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നെങ്കിൽ മാത്രമേ പിന്നീട് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊക്കെ ഇതേപോലെ തന്നെ കാണുകയുള്ളൂ. ഇവിടെ ഈ ബോക്സ് ഓപ്പൺ ആയപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വേർഡ് മറ്റൊരു കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു. മാത്രമല്ല അതിൻ്റെ രണ്ട് സൈഡിലും ഓരോ ലൈൻ വന്ന് അതൊന്ന് ക്ലോസ് ചെയ്ത് ഒരു സെപ്പറേറ്റ്നെസ് നമുക്ക് കാണാവുന്നതാണ്. ഇനി പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ ഈ കൊടുത്ത കമൻറ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പെൻസിലിൻ്റെ സിമ്പലിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വീണ്ടും കഴ്സർ വന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ബോക്സ് റിമൂവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഡിലീറ്റ് ത്രെഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ സെലക്ഷനും അങ്ങ് പോകും, ആ ബോക്സും അങ്ങ് പോകും. കമൻറ്റ് ഇവിടെ നിന്നല്ലാതെ നമുക്ക് മറ്റു വിധത്തിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വേർഡ് തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ കമൻറ്റ് എന്നൊരു സെക്ഷനുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ താഴെ ഇതുപോലെ ഒരു ബോക്സ് വരും. ഇവിടെ നിന്ന് ന്യൂ സെലക്ട് ചെയ്യുക. പിന്നീട് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പോസ്റ്റ് ചെയ്യുക. പിന്നീട് ഈ ബോക്സ് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോഴും ഈ സെയിം ബോക്സ് തന്നെ ഇവിടെ ഓപ്പണായി നമ്മുടെ കമൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു മെത്തേഡ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കമൻറ്റിൻ്റെ ബോക്സ് വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. അപ്പോഴും സെയിം ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ചെയ്ത ശേഷം പോസ്റ്റ് ചെയ്യാം. അടുത്ത മെത്തേഡ് ഇത് സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ കാണുന്ന ഈ ബോക്സിൽ നിന്നും ഇവിടെ നിന്ന് ന്യൂ കമൻറ്റ് സെലക്ട് ചെയ്യാം. കമൻ്റ് ഒന്നും കൊടുക്കാതെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ സെലക്ഷനും അങ്ങ് പോകും. അടുത്തത് ഇത് സെലക്ട് ചെയ്യുക. പിന്നീട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ന്യൂ കമൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഈ വിധത്തിലൊക്കെ നമുക്ക് ഇതേപോലെ നോട്ട്സ് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.